ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2025 ജനുവരി 26 മുതൽ 31 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. ഇന്ത്യയുടെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് 2025 ജനുവരി 26 ആഘോഷിച്ചത്? ഇന്ത്യയുടെ എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് 2025 ജനുവരി 26 ആഘോഷിച്ചത്? ഉത്തരം 76ാമത് റിപ്പബ്ലിക് ദിനം. 1950 ജനുവരി 26 ഇന്ത്യ പരമാധികാര രാഷ്ട്രമായി മാറിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആര്? 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായ ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ഉത്തരം പ്രബോവോ സുബിയാന്തോ. 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം. ഉത്തരം സുവർണ ഭാരത് പൈതൃകവും വികസനവും. സുവർണ ഭാരത് പൈതൃകവും വികസനവും എന്നാണ് 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം. 2025 റിപ്പബ്ലിക് ദിനത്തിൽ എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? 5 മലയാളികൾ. 5 മലയാളികൾക്കാണ് 2025 പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളി. 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളി ആര്? ഉത്തരം MT വാസുദേവൻ നായർ. മരണാന്തര ബഹുമതിയായിട്ടാണ് MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത്. പത്മഭൂഷൺ പുരസ്കാരം 2025 ലഭിച്ച മലയാളികൾ. പത്മഭൂഷൺ പുരസ്കാരം 2025 ലഭിച്ച മലയാളികൾ: ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ്, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവരാണ് 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ. പത്മശ്രീ പുരസ്കാരം 2025 ലഭിച്ച മലയാളികൾ: കർണാടക സംഗീതജ്ഞയായ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, ഫുട്ബോൾ താരം IM വിജയൻ എന്നിവരാണ് 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ. മഹാത്മാഗാന്ധിയുടെ എത്രാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2025 ജനുവരി 30 ആചരിച്ചത്? ഉത്തരം 78ാമത് രക്തസാക്ഷിത്വ ദിനം. 1948 ജനുവരി 30 നാഥൂറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലെ മാൻഗഡ് ഗ്രാമമാണ് തേൻ ഗ്രാമം എന്നറിയപ്പെടുന്നത്. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആര്? 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്. ഉത്തരം ഡെൻമാർക്കിൻ്റെ വിക്ടർ അക്സൽസെൻ. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ദക്ഷിണ കൊറിയയുടെ അൻസെ യങ്. തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ആര്? തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ഉത്തരം വൈശാഖൻ. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിരുന്ന MT വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്നാണ് വൈശാഖൻ ചെയർമാൻ ആയത്. വൈശാഖൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം MK ഗോപിനാഥൻ നായർ എന്നാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ആര്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ഉത്തരം അമേരിക്കയുടെ മാഡിസൺ കീസ്. ബെലറൂസ് താരമായ അരിയാന സബലെങ്കയെ പരാജയപ്പെടുത്തിയാണ്
മാഡിസൺ കീസ് ജേതാവായത്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവായത് ആര്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവായത്? ഉത്തരം ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെയാണ് യാനിക് സിന്നർ പരാജയപ്പെടുത്തിയത്. കേരളത്തിന്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേര്? ഉത്തരം കവചം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. 2025 ജനുവരി 21 മുഖ്യമന്ത്രി കവചം ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിക്ക് 2025 വേദിയാവുന്നത് എവിടെയാണ്? കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ 2025 വേദി? ഉത്തരം തിരുവനന്തപുരം. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരം ഏത്? ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരം? ഉത്തരം അബുദാബി. 2 വർഷത്തിനകം അബുദാബിയിലെ മുഴുവൻ സർക്കാർ പ്രവർത്തനങ്ങളും നിർമ്മിത ബുദ്ധിയിലാവും. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര്? വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി? ഉത്തരം വേനൽ മധുരം. 2025 ജനുവരിയിൽ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ച മലയാളി സ്കൈ ഡൈവർ ആര്? 2025 ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ച മലയാളി സ്കൈ ഡൈവർ? ഉത്തരം ജിതിൻ വിജയൻ. കരയിലോ കടലിലോ വായുവിലോ നടത്തുന്ന സാഹസിക കായിക പ്രവർത്തികളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിക്കുന്നവർക്കായി നൽകുന്ന പരമോന്നത ദേശീയ പുരസ്കാരമാണ് ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏതു സംഘടനയിൽ നിന്നാണ് 2025 ജനുവരിയിൽ അമേരിക്ക പിന്മാറിയത്? ഉത്തരം ലോകാരോഗ്യ സംഘടന. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നഗരം ഏത്? ഉത്തരം കൊച്ചി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം ഏത്? ഉത്തരം NVS-02. വിക്ഷേപണ വാഹനം GSLV F-15. വിക്ഷേപണ തീയതി 2025 ജനുവരി 29. സമൂഹത്തിലെ കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്കു വിധേയരാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ? അശ്വമേധം. അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്? അടുത്തിടെ അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? മൈക്കൽ മാർട്ടിൻ. 2025 100ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? രാജാ രാമണ്ണ. 1925 ജനുവരി 28 രാജാ രാമണ്ണയുടെ ജന്മദിനം. 1974 മെയ് 18 പൊക്രാനിൽ നടന്ന ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണത്തിനു നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാജാ രാമണ്ണ. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നാണ് രാജാ രാമണ്ണ അറിയപ്പെടുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ട് 2025 എത്ര വർഷമാണ് പൂർത്തിയാവുന്നത്? ഉത്തരം 75 വർഷം. 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ആര്? ഉത്തരം ഡോക്ടർ KM ചെറിയാൻ. സാംസ്കാരിക പൈതൃകവും അതിൻ്റെ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ്സൗ പാസ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ
2025 നടക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം അരുണാചൽ പ്രദേശ്.